എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലൈറ്റ് ഇതെനിക്ക് 50 രൂപയ്ക്ക് കിട്ടിയതാണ്. അതുപോലെ ഈ ലൈറ്റിനകത്ത് 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് ഞാൻ ഇതിനകത്ത് ലിഥിയം ബാറ്ററി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുപോലത്തെ ലൈറ്റുകൾ കിടപ്പുണ്ടെങ്കിൽ ആ ലൈറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ലൈറ്റ് എങ്ങനെയാണ് ലിഥിയം ബാറ്ററിയിലേക്ക് ആക്കുന്നതെന്നും അതുപോലെ ഈ ലൈറ്റ് എനിക്ക് എങ്ങനെയാണ് 50 രൂപയ്ക്ക് കിട്ടിയെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആണ്. ഇപ്പോൾ ഈ ഒരു ലൈറ്റിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, എല്ലാം നമ്മൾ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാൻ വാങ്ങിയത് വേറെ എവിടെ നിന്നുമല്ല, ആക്രിക്കടയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ലൈറ്റ് വാങ്ങിയിട്ട് വലിയ ലൈറ്റിന് 50ഉം ചെറിയൊരു ലൈറ്റിന് 30 രൂപയാണ്. അതായത് ഞാൻ ഈ 2 ലൈറ്റ് വാങ്ങിയത് തൊടുപുഴ ഇടവെട്ടി എന്നുള്ള സ്ക്രാപ്പ് കടയിൽ നിന്നാണ്. നമ്മളിപ്പോൾ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് നാളായിരുന്നു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി ഈ ലൈറ്റ് എല്ലാം ഫുൾ അഴിച്ച് എല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കാം ആദ്യമേ. അതുപോലെ ഈ ഒരു സൈഡിൽ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് ലൈറ്റിന്. മിക്കവാറും ഇങ്ങനെയുള്ള എമർജൻസി ലൈറ്റിനെല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റ് ഒന്ന് ബാറ്ററി കംപ്ലയിൻ്റ് ആവൽ, അതല്ലെങ്കിൽ ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ കംപ്ലയിൻ്റ് ആവലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പ്രശ്നമുള്ള ലൈറ്റുകൾ നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. നമ്മളിവിടെ ഇങ്ങനെയുള്ള ലൈറ്റുകളെല്ലാം എടുത്ത് അതിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നത്. ഫോണിൻ്റെ ചാർജറും അതുപോലെ BMS ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റിനകത്തുള്ള ചാർജിങ് ബോർഡ് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് പ്രശ്നമില്ല. അതുപോലെ നമ്മൾ ആക്രിക്കടയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബാറ്ററി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ ആക്രിക്കടയിലൊന്നും സമ്മതിച്ചൊന്നുമല്ല, ചില കടയിലൊക്കെ നമ്മൾ ഈ ലൈറ്റ് ഫുള്ളായിട്ട് മേടിക്കേണ്ടി വരും. ഞാൻ ഈ ഒരു ലൈറ്റ് വാങ്ങിയ ആക്രിക്കടയിൽ ഇരിക്കുക, അദ്ദേഹം നല്ല സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. ഞാൻ ഈ ലൈറ്റ് എടുക്കാൻ പോയ സമയത്ത് എൻ്റെ സ്കൂട്ടർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കടയിൽ നിന്ന് ഇതിൻ്റെ ബാറ്ററി അടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ ലൈറ്റ് അടിച്ചെടുക്കലും കുറച്ച് പാട് പിടിച്ച പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റ് ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈറ്റിൻ്റെ എല്ലാ പാർട്സുകളും സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുള്ളൂ. അതിൽ ഈ കാണുന്നതാണ് ഈ ലൈറ്റിൻ്റെ ബോർഡ്. ഈ ഒരു ബോർഡ് പുറമേ നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ബോർഡ് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് മുമ്പ് ഈ ഒരു ബോർഡ് സർവീസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റിന് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ് ബാറ്ററി കംപ്ലയിൻ്റ് ആയി പോകുന്നതാണ്. ഇങ്ങനെയുള്ള മിക്ക ലൈറ്റിനകത്തും ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി കുറേ നാളൊക്കെ കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ ചിലരൊക്കെ സർവീസ് ചെയ്ത് നോക്കും, ചിലർ സർവീസ് ചെയ്ത് ലൈറ്റ് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചില ലൈറ്റുകളിലേക്ക് ചാർജിങ് സെക്ഷൻ കംപ്ലയിൻ്റ് ആയിട്ടും ബാറ്ററി കംപ്ലയിൻ്റ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാറ്ററി കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ചാർജിങ് ബോർഡ് കംപ്ലയിൻ്റ് അതൊന്നും നമ്മളിവിടെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളിങ്ങനെ എടുക്കുന്ന ലൈറ്റിനകത്തെല്ലാം ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഈ ലൈറ്റിനകത്തിരിക്കുന്ന ബാറ്ററി എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഞാൻ ഈ ലൈറ്റിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ലിഥിയം ബാറ്ററി, അതും പുതിയ ബാറ്ററി അല്ല, അത് നമ്മുടെ ലാപ്ടോപ്പൊക്കെ സർവീസിന് ഷോപ്പിൽ നിന്ന് മേടിച്ച പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു ബാറ്ററി പാക്കിന് 60 രൂപയ്ക്കാണ്. 60 രൂപയ്ക്ക് നമുക്ക് 6 ബാറ്ററി കിട്ടും. മിക്കത് നല്ല ബാറ്ററിക്കാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്ത് വെച്ചാലും മതി. ഈ കാണുന്ന പോലത്തെ ലെഡ് ആസിഡ് ബാറ്ററി മേടിക്കാൻ കിട്ടും. എന്തായാലും നമ്മൾ ആ ബാറ്ററി ഉപയോഗിക്കുന്നില്ല, നമ്മൾ ലിഥിയം ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലിഥിയം ബാറ്ററി മാത്രം ഉപയോഗിച്ചാലും മതി, അതല്ലെങ്കിൽ ഒരു ബാറ്ററിയും കൂടെ വേണമെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്താലും കുഴപ്പമില്ല, കൂടുതൽ ബാക്കപ്പ് കിട്ടും. അപ്പോൾ ലൈറ്റിൻ്റെ എല്ലാ പാർട്സുകളും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനി എല്ലാം കഴുകി ക്ലീൻ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മഴയും കൂടെ പെയ്തതിനാൽ നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്കിതിനെ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. ഞാനിത് ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർ ഷാമ്പുവാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ വെള്ളം ഉപയോഗിച്ച് തന്നെയായിരുന്നു ലൈറ്റിൻ്റെ ബോർഡൊക്കെ നേരത്തെ കഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയതിനാൽ ലൈറ്റിൻ്റെ ബോർഡ് നന്നായിട്ട് ഉണങ്ങില്ല, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും കഴുകുന്നില്ല, ടിന്നർ ഉപയോഗിച്ചാണ് ഇന്ന് കഴുകുന്നത് ബോർഡ്. അപ്പോൾ ഇനി എല്ലാ പാർട്സും ഓരോന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ അഴിച്ചെടുത്ത ഈ ലൈറ്റിൻ്റെ സ്പെയറും കാര്യങ്ങളെല്ലാം കഴുകി ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈറ്റിൻ്റെ ബോർഡിൽ നോക്കുവാണെങ്കിലും വേറെ കംപ്ലയിൻ്റ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ ഞാൻ LED റിമൂവ് ചെയ്തതിൻ്റെ പാടാണ്. ബോർഡ് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബോർഡ് ഞാൻ ടിന്നർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു. സാധാരണ ചില ലൈറ്റുകളിലേക്ക് ഇങ്ങനെയുള്ള ബോർഡിലെ ചാർജിങ് സെക്ഷൻ കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട്. ഈ ഒരു ബോർഡ് കണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ലിഥിയം ബാറ്ററി, അപ്പോൾ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിയിൽ ചിലരൊക്കെ സോൾവ് ചെയ്തിട്ട് പിടിക്കുന്നില്ലെന്നുള്ള കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിയിൽ സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നമുക്ക് എവിടെയാണ് സോൾവ് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് സോൾഡിങ് പേസ്റ്റ് തേക്കുക. അത് കഴിഞ്ഞ് സോൾഡിങ് ആണെങ്കിൽ കുറച്ച് ലെഡ് ഉരുക്കിയെടുക്കുക. പിന്നെ നമുക്ക് സോൾവ് ചെയ്യേണ്ട പോയിന്റിൽ കറക്റ്റ് ഇങ്ങനെ കുത്തി പിടിച്ചൊന്ന് പയ്യൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി, ലെഡ് കറക്റ്റായിട്ട് പിടിക്കും. ചിലരൊക്കെ ചെയ്യുന്നത് നേരെ ബാറ്ററിയിൽ കൊണ്ട് വയർ കൊണ്ട് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോഴാണ് പിടിക്കാണ്ട് വരുന്നത്. ഈ രീതിയിലാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യമേ ഇതിലേക്ക് ലെഡ് കുറച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമേ നന്നായിട്ട് സോൾഡിങ് പേസ്റ്റ് തേക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ലെഡ് എടുക്കുക. ഈ രീതിയിൽ പയ്യൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലെഡ് പിടിക്കും. ഇനിയാണ് ഇതിലേക്ക് വയർ സോൾവ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ലിഥിയം ബാറ്ററി ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, അതിൽ LED ഒരെണ്ണം കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലൈറ്റൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാനുള്ള നോബും കൂടി ഉണ്ട് ഈ ലൈറ്റിനകത്ത്. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്ത ഓരോ പാർട്സും പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പഴയ ബാറ്ററിയുടെ ആ ഒരു വയറിൽ തന്നെ നമ്മൾ ലിഥിയം ബാറ്ററിയും കണക്ട് ചെയ്യേണ്ടത്, ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ട് പാനൽ മാത്രമാണ് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലൈറ്റിനകത്ത് ഉപയോഗിച്ചിരുന്ന ലിഥിയം ബാറ്ററി ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ചാർജിങ് മൊഡ്യൂളോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡോ ഉപയോഗിക്കണം. ലിഥിയം ബാറ്ററി ഒരിക്കലും ഫോണിലെ ചാർജർ നേരിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒന്നിൽ കൂടുതൽ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലത്തെ ചെറിയ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്.
അതുപോലെ നമ്മുടെ ഈ ഒരു ലൈറ്റിൽ തന്നെ ചെറിയൊരു സോക്കറ്റ് കൂടി ഉണ്ട് നമുക്ക് ചാർജിങ് പിന്ന് കണക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് വേറെ സോക്കറ്റൊന്നും അഡീഷണലായിട്ട് പിടിപ്പിക്കേണ്ട കാര്യമില്ല. അതിൽ ഈ കാണുന്ന ലൈറ്റിനകത്തൊക്കെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു, അതെല്ലാം മാറ്റി ഞാൻ ഇതിനകത്തൊക്കെ ലിഥിയം ബാറ്ററി ആക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഈ ഒരു സെയിം സോക്കറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 3 ലൈറ്റുകൾക്കും ഒറ്റ ചാർജിങ് ബോർഡ് തന്നെ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിന്നിവിടെ ചാർജർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒറ്റ ചാർജിങ് ബോർഡ് ഉപയോഗിച്ച് 3 ലൈറ്റുകളും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പം. അതുപോലെ നമ്മുടെ ഈ ഒരു പഴയ ചാർജിങ് ബോർഡ്, ഈ ലൈറ്റിനകത്തുണ്ടായിരുന്ന ഈ ചാർജിങ് ബോർഡിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലും ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റിൽ നിലവിലുള്ള ചാർജിങ് സോക്കറ്റ് വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോക്കറ്റിലേക്ക് ഇത് ബാറ്ററി എന്നുള്ള പ്ലസും മൈനസും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സോക്കറ്റിലേക്ക് ബോർഡിൽ നിന്ന് വരുന്ന 4 സപ്ലൈ ആ ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം, എങ്കിലാണ് കറക്റ്റായിട്ട് ബാറ്ററി ചാർജ് ആവുള്ളൂ. അതുപോലെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോക്കറ്റിലേക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്ന 2 ലൈനുകളും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ചാർജിങ് സോക്കറ്റും ബോർഡുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചാർജിങ് സോക്കറ്റിലെ പ്ലസ്സിലേക്കും മൈനസിലേക്കും ബാറ്ററി എന്നുള്ള നമ്മുടെ ലിഥിയം ബാറ്ററി എന്നുള്ള പ്ലസ് മൈനസ് ഡയറക്റ്റായിട്ട് നേരെ കണക്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു ബോർഡുള്ള AC കണക്ട് ചെയ്യുന്ന സോക്കറ്റ്, ഈ ഒരു സോക്കറ്റും ബോർഡും തമ്മിലുള്ള കണക്ഷനും ഡിസ്കണക്ട് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. നമ്മളിതുപോലെ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്ത ലൈറ്റ് ആകുമ്പം വേറെ ആരെങ്കിലുമൊക്കെ അറിയാതെ ഈ ഒരു ലൈറ്റ് കറണ്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിഥിയം ബാറ്ററി കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ ഒരു ബാറ്ററിക്ക് ചെറിയൊരു BMS ബോർഡ് ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി എന്നുള്ള 2 വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോക്കറ്റിൽ പ്ലസ് മൈനസ് കറക്റ്റ് നോക്കി നമ്മളതിൽ 2 വയർ കണക്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു വയറിൻ്റെ 2 എൻഡ് ഭാഗം നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്ത പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലും സോക്കറ്റിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്ത വയർ ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈ ഒരു ബാറ്ററി നമുക്കിനി ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഇതിനകത്ത് BMS ബോർഡൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഈ ലൈറ്റിൻ്റെ വെളിച്ചം തീരെ കുറയുന്ന സമയത്ത് വീണ്ടും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പൂർണ്ണമായിട്ടും ഈ ഒരു ബാറ്ററിയുടെ ചാർജ് തീർക്കാൻ പാടില്ല. ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു BMS ബോർഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ചാർജ് തീരുന്ന സമയത്ത് കട്ട് ഓഫ് ആവും. അപ്പം ആ BMS ബോർഡ് വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു ലൈറ്റിൻ്റെ വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാനലിലുള്ള ഈ ഒരു ലൈറ്റ് കൂടി ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാ ലൈറ്റിൻ്റെയും വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. 4 ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റിനുള്ളിൽ 3.7 വോൾട്ടിൻ്റെ 2200 mAh ഒരു ബാറ്ററി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനിയും ഈ ലൈറ്റിന് ബാക്ക് ഇപ്പോൾ കൂടുതൽ സമയം വേണമെങ്കിൽ ഇനിയും ബാറ്ററികൾ കൂടുതലായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ലൈറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാറ്ററികളെ ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടി ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അടച്ച് സെറ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ലൈറ്റിന് ചാർജർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പവർ ബാങ്കിൻ്റെ ബോർഡാണ്. ഈ ഒരു ബോർഡിന് 50 രൂപയാണ്. അതുപോലത്തെ 1 ആമ്പിയറിൻ്റെ ബോർഡും ഉണ്ട്, 2 ആമ്പിയറിൻ്റെ ബോർഡും ഉണ്ട്. ഓൺലൈനായിട്ടാകുമ്പം ഈ ഒരു ബോർഡിന് 99 രൂപയ്ക്കാണ് ഏറ്റവും കുറവ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം 2 ബാറ്ററി വരെ പാരലായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഈ ഒരു ബോർഡിൽ തന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ചാർജിങ് ടൈമിൽ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചാർജിങ് ഫുള്ളാകുമ്പോൾ റെഡ് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന സെറ്റപ്പിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബോർഡിലെ B+, B- ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചാർജിങ് പിന്ന് കണക്ട് ചെയ്താൽ മതി ചെറിയൊരു വയർ ഉപയോഗിച്ച്. അപ്പോൾ ഇതിൽ ചെറിയ പിന്നാണ് പോസിറ്റീവ്. അതുപോലെ നമ്മൾ ഈ ഒരു പിന്ന് കണക്ട് ചെയ്യുന്ന ഫീമെയിൽ സോക്കറ്റ് അതിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതുപോലെ നമ്മൾ വയർ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു വയർ സ്ലീവ് ഇട്ട് നമ്മളിത് ഇൻസ്റ്റലേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ബോർഡിൽ നിന്ന് വരുന്ന B- എന്നുള്ള വയർ ഈ ഒരു പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, വീതി കൂടിയ പിന്ന്. ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡിലേക്കും കറക്റ്റായിട്ട് B+, B- ഇത് നോക്കി കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈറ്റിൻ്റെ ചാർജ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പവർ ബാങ്കിൻ്റെ ബോർഡിലേക്ക് ഫോണിൻ്റെ ചാർജർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. ഫോണിൻ്റെ ചാർജർ ഓണാക്കുമ്പോൾ തന്നെ ഈ ഒരു ബോർഡിലുള്ള റെഡ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും. ഇനി നമുക്ക് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന പിന്ന് ഇത് നമുക്ക് ലൈറ്റിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചാർജറിൻ്റെ പിന്ന് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചാർജ് കയറുന്നുണ്ട്. ചാർജിങ് ടൈമിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ഫുള്ളാകുമ്പോൾ ഈ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന ഈ സെറ്റപ്പിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേറെയും ലൈറ്റുകൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഓരോ ലൈറ്റിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡ് മേടിക്കേണ്ട, ഒരു ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈറ്റ് ഇങ്ങനെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് അടുത്തൊരു ലൈറ്റ് കൂടി ചാർജ് ചെയ്ത് നോക്കാം. ഇത് ചെറിയ ഹെഡ്ലൈറ്റ് ആയിരുന്നു. ഇതിനകത്ത് 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു വരുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് ഇതിനകത്ത് ലിഥിയം ബാറ്ററി ആക്കിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റുകളൊക്കെ ചാർജിൽ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്ന സമയത്താണ് പവർ ബാങ്കിൻ്റെ ബോർഡിൽ റെഡ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ലൈറ്റിൻ്റെ ചാർജിങ് ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇങ്ങനെ ആക്രി കടയിൽ നിന്നൊക്കെ ലൈറ്റുകൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ലിഥിയം ബാറ്ററി ആക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവില്ല, ഒരുപാട് പാക്കപ്പ് കൂടുതൽ കിട്ടും. അതുപോലെ ഇതിനായിട്ട് പുതിയ ബാറ്ററി മേടിക്കണമെന്നില്ല, പഴയ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി കളക്ട് ചെയ്ത് ആ ബാറ്ററി ഉപയോഗിച്ചാലും മതി.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.